ഖലീൽ ഗിബ്രാൻ്റെ ഒരു കോട്ടാണ് കേട്ടോ. ഇഫ് യു ആർ ജസ്റ്റ് ഗോയിങ് ടു ഗെറ്റ് മാരീഡ് ഓർ ഇഫ് യു ആർ ഇൻ ലവ് വിത്ത് സമ്മൺ, ഡോണ്ട് ടെൽ. ഇഫ് യു ആർ ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്, ഡോണ്ട് ടെൽ. ഇഫ് യു ആർ ഗോയിങ് ടു ബൈ എ ന്യൂ കാർ, ഡോണ്ട് ടെൽ എനിവൺ. ഇഫ് യു ആർ ഗോയിങ് ഫോർ എ ഫോറിൻ ട്രിപ്പ്, ഡോണ്ട് ടെൽ എനിവൺ. ഇതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന സന്തോഷങ്ങളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ, ദിസ് ഇസ് ലൈക്ക് വാട്ട് യു സേ, നമ്മൾ ലോകത്തോട് പ്രൊക്ലെയിം ചെയ്യുകയല്ലേ, ഞങ്ങളുടെ ലൈഫിൽ ഒരു നല്ല കാര്യം നടക്കാൻ പോകുന്നു എന്ന്. ഇതൊന്നും ഉറക്കെ വിളിച്ച് പറയരുതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമുക്ക് അത് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല അല്ലേ. ഇൻ ദ സെൻസ് എല്ലാവരോടും പറയാതിരിക്കാൻ പറ്റുമോ? കല്യാണം കഴിക്കുന്നത് നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യില്ലേ. നമ്മുടെ മക്കളുടെ കല്യാണമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ സഹോദരൻ്റെ കല്യാണമാണെങ്കിലും സഹോദരിയുടെ കല്യാണമാണെങ്കിലും നമ്മളെല്ലാവരും ഇൻവൈറ്റ് ചെയ്യും. ബിക്കോസ് ദാറ്റ് ഈസ് എൻ ഒക്കേഷൻ. നമുക്ക് എല്ലാവരും വരണം, നമ്മുടെ വീട്ടിൽ വന്നിട്ട് എല്ലാവരും സംസാരിക്കണം, നമുക്ക് ഒരുപാട് ആളുകൾ ജനങ്ങളെ കാണണം, നമ്മുടെ വീട്ടിലേക്ക് വരണം. ഒരു ഗെറ്റ് ടുഗദർ പോലെയാണ് അല്ലേ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആഘോഷങ്ങൾ ഉണ്ടാക്കുകയാണ് ആളുകൾ. ഒരു കല്യാണത്തോടനുബന്ധിച്ച് തന്നെ ഒരുപാട് ആഘോഷങ്ങളല്ലേ നമ്മൾ എല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, മഞ്ഞൾ സെറിമണിക്ക് മഞ്ഞ സാരി എടുത്ത് പോവുക, അത് കഴിഞ്ഞിട്ട് അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് കേട്ടോ. ചുരുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമെങ്കിലും ചിലപ്പോൾ ആ പെൺകുട്ടികൾക്ക് അവരുടെ ഒരു ആഗ്രഹത്തിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വന്നേക്കൂല്ലേ, എനിക്കറിയില്ല കേട്ടോ. ഞാനാണെങ്കിൽ വേണ്ടാന്നേ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഇപ്പം നമ്മുടെ ടോപ്പിക് അതല്ല. ഞാൻ പറഞ്ഞു വന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്നത് നമുക്ക് നോക്കാം. ഇതിനു മുമ്പ് ഞാനൊരു പ്രാവശ്യം പറഞ്ഞില്ലേ, കണ്ണ് ഈവിലായി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഈവിലായി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇല്ലയോ, ഇതാണ് ക്വസ്റ്റ്യൻ. എനിക്കറിയില്ല, പക്ഷേ എനർജി ഉണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം സംടൈംസ് ആരെങ്കിലും നമ്മളെ പറ്റിയിട്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടുകയാണെന്ന് വിചാരിച്ചോ. ചിന്തിച്ചു കൂട്ടുമ്പോൾ അതിൽ നെഗറ്റീവും പോസിറ്റീവും വന്ന് വീഴുന്നുണ്ടാവും, അവരറിയണ്ടാവില്ല. അപ്പോൾ അതിനകത്തുള്ള പോസിറ്റീവ് തരംഗങ്ങൾ നമുക്ക് നല്ലതായിട്ട് ഭവിക്കുകയും അതിനകത്ത് നെഗറ്റീവ് തരംഗങ്ങൾ നമുക്ക് എതിരായിട്ട് ഭവിക്കുകയും ചെയ്യാറുണ്ട് എന്നാണ് മെറ്റാഫിസിക്സ് വരെ പറയുന്നത്. സോ അതൊരു ജ്യോതിഷമോ അല്ലെങ്കിൽ അതൊരു എന്താണ് അതിനെ പറയണത്, അതൊരു അന്ധവിശ്വാസമോ ഒന്നുമല്ല. ഇത് there are energies. എന്താണ് അതിന് പ്രത്യക്ഷമായ ഉദാഹരണമാണ് ഗ്രാവിറ്റേഷൻ എനർജി അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതൊരു എനർജിയാണ്. എന്താണത്? അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ നടക്കാൻ പറ്റുള്ളൂ അല്ലേ. അല്ലെങ്കിൽ എല്ലാവരും ഇവിടാന്ന് വീഴില്ലേ, അല്ലെങ്കിൽ പറന്ന് നടക്കില്ലേ ഇങ്ങനെ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇല്ലാത്ത മൂണിൽ ആളുകൾ ഇങ്ങനെ പൊങ്ങിയാ നടക്കുന്നതെന്ന് നമ്മൾ കണ്ടില്ലേ, നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. അപ്പം ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം കേട്ടോ. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പറയും, ചേച്ചി ഇത് അന്ധവിശ്വാസമല്ലേ. ഇത് അന്ധവിശ്വാസമല്ല, അന്ധമായ വിശ്വാസവുമല്ല. ഇത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണ്, നമ്മൾ പറയാറുണ്ട്, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ നമ്മൾ സ്റ്റഡി ആയിട്ട് നിർത്തി നമ്മൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ നമുക്കൊരു കാര്യം സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും വിചാരിച്ചുകൊണ്ട് പോവാണ്. എനിക്ക് എന്നാ കിട്ടില്ലായിരിക്കും ആ ജോബ്, പക്ഷെ ആ ജോബ് കിട്ടി. അപ്പോൾ എല്ലാവരും പറയും ഞാൻ കിട്ടില്ല എന്നാണല്ലോ ആലോചിച്ചത്. പക്ഷെ നിങ്ങളുടെ ഇവിടെ അടിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങ് അണ്ടറിലിരിക്കുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് ആ ജോബ് വേണം എന്നുള്ള ആഗ്രഹം തന്നെയല്ലേ. ആ ആഗ്രഹം നിങ്ങൾ ഓൾറെഡി വന്നിട്ട് യൂണിവേഴ്സിൻ്റെ അടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അതായത് എനിക്ക് ഈ ജോലി കിട്ടേണ്ടത് അത്യാവശ്യമാണ്, എനിക്കൊരു ജോലി വേണം എന്നുള്ളതാണല്ലോ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നതും എല്ലാം. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഒരു ഉഴുന്നുവട ഓർഡർ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ മനുഷ്യൻ നടക്കുമ്പോൾ എൻ്റെ ഉഴുന്നുവട ഇങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ വെയിറ്ററിന് അറിയാം, അവിടെ പോയിട്ട് ആ ഉഴുന്നുവട കൊണ്ടുവന്ന് എൻ്റെ ടേബിളിൽ വെച്ചിരിക്കും. ബിക്കോസ് ഐ ഹാവ് ഓൾറെഡി പ്ലേസ്ഡ് മൈ ഓർഡർ. അപ്പം നിങ്ങൾ ആ ഓർഡർ ഓൾറെഡി വന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞു എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ ഈ പിന്നെയും പറയുമ്പോൾ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഓർഡർ പ്ലേസ്ഡായി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ട്, അത് വേണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിൽ പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഓൾറെഡി പ്ലേസ് ആയി, അദ്ദേഹം അത് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു നമ്മുടെ മുന്നിൽ. അപ്പോൾ നമ്മുടെ മുന്നിൽ എത്തിയില്ലേ. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ചേച്ചി ഞാൻ കിട്ടില്ല എന്ന് വിചാരിച്ച് എനിക്ക് കിട്ടി എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം ഇതാണ്. ബുക്സിൽ വായിച്ചതാണ് കേട്ടോ. നിങ്ങൾ മർഫീസ് ഒരു ബുക്കുണ്ട് കേട്ടോ, ജോസഫ് മർഫിയുടെ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതും ഒന്ന് വായിച്ചു നോക്കണേ. ഞാൻ ആദ്യകാലങ്ങളിൽ ഞങ്ങളുടെ ഒരു പ്രൊഫസർ, എനിക്ക് തോന്നുന്നു
ഇത്ര ഓർമ്മയില്ല എനിക്ക്. സുരേഷ് മഞ്ഞൂരാൻ എന്ന് പറഞ്ഞ സാറാണോ ആരോ ഇത് പറയുന്നതായിട്ട്, അതോ ഹരികുമാർ സാറാണ്, ആരോ ഇത് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇത് പഴയ ബുക്കാണ്. അതേപോലെ തന്നെ ഒരു ബുക്കാണ്. അയ്യോ എന്തായിരുന്നു അതിൻ്റെ പേര്? ഇന്നലെ ഞാനിത് പറയാൻ വേണ്ടി എടുത്തപ്പോഴേ ഞാൻ ആ ബുക്കിൻ്റെ കാര്യം തിങ്ക് റിച്ച് ആൻഡ് ഗ്രോ റിച്ച്. നമ്മൾ ചെറുതായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും നമ്മൾ ഗ്രോ ആവില്ല. നമ്മൾ തിങ്ക് ചെയ്യുമ്പോഴും റിച്ച്നെസ്സിലായിരിക്കണം തിങ്ക് ചെയ്യുന്നതെന്ന് പറയും അല്ലേ. അപ്പം ഈ തിങ്കിങ് പാറ്റേൺസിനൊക്കെ ഇത്രത്തോളം പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സാധനം നമ്മൾ തടയണ്ടേ? അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ നെഗറ്റീവ് എനർജീസ് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ചിന്താഗതിയുള്ള ആളുകൾ, അവരെ ഒന്നും അവോയ്ഡ് ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ ഗിബ്രാൻ്റെ വാക്കുകളിൽ പറയുന്ന പോലെ നമുക്ക് ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമ്പോൾ പിന്നെ എന്ത് സന്തോഷമാണ് നമുക്കും ഉള്ളത്? നമുക്കും ഒരു ചെറിയ സന്തോഷമല്ലേ മറ്റുള്ളവരറിയുമ്പോൾ. നമ്മുടെ ഈ പറഞ്ഞ പോലെയുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങൾ, ഞങ്ങൾ അവിടെ പോയി തായ്ലൻഡിൽ പോയി അല്ലെങ്കിൽ ഇവിടെ പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ സന്തോഷമല്ലേ എല്ലാവർക്കും. അപ്പോൾ അത് വേണ്ടാന്ന് പറയുമ്പോൾ പിന്നെ അത് വേണ്ടാന്ന് പറയുമ്പോൾ തന്നെ അയ്യോ എന്നാ പോകണ്ടെന്ന് വിചാരിക്കും ആളുകളല്ലേ. ചുമ്മാ തമാശ പറയാട്ടോ. ബട്ട് സ്റ്റിൽ ലെറ്റ് മീ കം ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ നെഗറ്റീവ് എനർജീസിൽ നിന്നും ഒരു ഷീൽഡ് ഉണ്ടാക്കി വെക്കണം, ഒരു മതിൽ. ആ മതിൽ നമുക്ക് ചുറ്റിനും ഒരു മതിൽ, ഒരു ഗ്ലാസ് സാധനം പോലെ ഒരു സാധനം ഉണ്ടാവണം നമുക്ക് ചുറ്റും. അതായത് ഇപ്പം ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തെടുത്ത് വെച്ചാൽ കാണിക്കണം. ഒരു ലേഡിയുടെ ഇതിൽ കണ്ടതാണ്. ഇത് ഞാൻ എന്ന് വിചാരിക്കേ, ഈ റിമോട്ട് ഞാനാണ്. ഈ ഒരു ഗ്ലാസ് ഉണ്ട്, ഞാൻ ഇതിനകത്ത് ഇറങ്ങി നിന്നു. നിങ്ങൾക്ക് എത്രത്തോളം എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റും? ഈ ഗ്ലാസിൻ്റെ ഇവിടം വരെയല്ലേ വരാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങൾക്ക് എന്നെ കാണാം, സംസാരിക്കാം. ഇത് തന്നെയായിരിക്കണം നമ്മുടെ ലൈഫിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ട്രെയിനേഴ്സൊക്കെ പറയുന്നത്. എന്താണെന്നറിയോ? ആ ഗ്ലാസ് ജാർ വേണം നമുക്ക് ചുറ്റിനും. അത് ഉടയ്ക്കാൻ മാർക്ക് വേണമെങ്കിലും അല്ലേ. അത് ഉടയ്ക്കുന്നത് എങ്ങനെയാണ്? ചിലർ വളരെ കഠിനമായിട്ടുള്ള എന്താ പറയുക പ്രവൃത്തികൾ ചെയ്യും നമ്മളെ അങ്ങോട്ട് പ്രകോപിപ്പിക്കാനായിട്ട്. അപ്പോൾ ആ ഗ്ലാസ് ഒരു പ്രാവശ്യം ചിലപ്പോൾ അതിൻ്റെ പ്രകോപിപ്പിക്കുന്ന മുഷ്ടി ചുരുട്ടി ഇടിച്ച് പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള വേർഡ്സ് വെച്ചിട്ട് നമ്മളെ പ്രകോപിപ്പിക്കും. അപ്പോൾ എന്താവും? അത് ഉടഞ്ഞങ്ങ് വീഴും, നമ്മളുടെ അസൽ രൂപം പുറത്തേക്ക് വരും അല്ലേ. അപ്പോൾ അതാണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ എനിക്ക് പുറത്തേക്ക് കാണണം, നിങ്ങൾക്ക് എന്നെയും കാണണ്ടേ. അല്ലാതെ പിന്നെ ഞാനൊരു ഇരുമ്പ് ചട്ടയണിഞ്ഞ് നടന്നാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു ഭാരവും ആവില്ലേ. അതുകൊണ്ടാണ് ഗ്ലാസ് ജാറിൻ്റെ അകത്ത് ഇറങ്ങി നിന്ന് പോകുന്നത് പോലെ വിചാരിക്കൂ എന്ന് ഒരു ട്രെയിനർ പറയുകയുണ്ടായി. അപ്പോൾ എനിക്കും തോന്നി ശരിയാണ്. മുകളിൽ ആ ഗ്ലാസ് ജാറിൻ്റെ മുകളിൽ കൂടി നല്ലപോലെ ഇത് പോകുന്നുണ്ട്, വായു പോകുന്നുണ്ട്, എനിക്ക് ശ്വാസം മുട്ടുന്നില്ല. പക്ഷെ ഞാനതൊരു എൻ്റെ ഒരു കവചമായിട്ട് എനിക്ക് ചുറ്റിനും കൊണ്ട് നടന്നാൽ എന്തിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ വരുന്നത് തട്ടി അവിടെ വീഴത്തേ ഉള്ളൂ അല്ലേ. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ ഹാർഡ് ബ്ലോസ് വെച്ച് അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ആളുകൾ ഇടിച്ച് അകത്തേക്ക് വരാൻ നോക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഈ ഗ്ലാസ് ഡോറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് മാറിപ്പോയാൽ മതി കേട്ടോ. ജീവിത സന്ദർഭങ്ങളുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ, അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ ഒരിക്കലും നിങ്ങൾ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ അവിടെ ഇരിക്കുന്നവർ വിചാരിക്കുന്നുണ്ട് ചേച്ചി പറയുന്നത് ശരിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒരു 10-25 പേരെന്നായിരിക്കും. പക്ഷെ 75 പേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. നമ്മളാരാ ഇങ്ങനെ വന്നിരുന്ന് പറയാനായിട്ട്, അയ്യോ ഭയങ്കര വലിയ അങ്ങനെ പറയുന്നവരും ഉണ്ടാകാം. ആയിക്കോട്ടെ, അങ്ങനെ പറയുന്നവർക്ക് ഈ പറഞ്ഞ ഈ ഗ്ലാസ് ഡോറിൻ്റെ അപ്പുറത്ത് നിന്ന് പറയാനല്ലേ സാധിക്കുള്ളൂ. ഞാൻ അത് എടുത്താൽ മാത്രമല്ലേ എനിക്കത് ഇങ്ങോട്ട് അഫക്റ്റ് ആവുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും. ഓൺലൈൻ ട്രെയിനിങ്സ് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. കൊടുക്കുകയല്ല, ഞാനിതുവരെ അതുവരെ അത്രയൊന്നും ആയിട്ടില്ല. ഞാൻ ഒരു റോബിൻ ശർമ്മയിൽ കയറി നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു റോബിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്. ഓരോ ബുക്സ് എഴുതുമ്പോഴും അദ്ദേഹം ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കും. ആൻഡ് ഹി വിൽ കണ്ടക്ട് ട്രെയിനിങ് സെഷൻസ്. ഇപ്രാവശ്യം ദുബായിലുണ്ടായിരുന്നു. ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചപ്പോൾ 2 ദിവസം അവിടെ താമസിക്കുകയൊക്കെ വേണം. പിന്നെ അതിന് മടിയായി. ഇങ്ങനെ ഒരു കുറച്ച് ചെറിയൊരു മടിയുണ്ട് കേട്ടോ അദ്ദേഹത്തിന്. ഞാൻ കുറേ പുഷ് ചെയ്തു. ഇവിടെയാണ് എനിക്ക് വീട്ടിലിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സംഭവിക്കുന്നത് കേട്ടോ. അതായത് ഇഫ് ഐ വാസ് വർക്കിംഗ് ഞാനെടുത്ത് ഒരു ബാഗ് തൂക്കി അങ്ങ് പോയേനെ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ കൂടുതലും ഞാനും ഒരാളിൽ ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആകുന്നുണ്ടോ എന്ന് എനിക്കും ഒരു ഡൗട്ട്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് പോവാം. അടുത്ത പ്രാവശ്യം നാളെ നീളെന്നല്ലേ. അപ്പോൾ അത് മിസ് ചെയ്താൽ എനിക്കൊരു ചെറിയ സങ്കടം, ഒരു കുഞ്ഞു സങ്കടമുണ്ട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നവർ ഇതുപോലെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ അടുത്ത് നിങ്ങളുടെ അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൊണ്ട് എഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്ലീസ് ഗോ. റോബിൻ ശർമ്മയുടെ ഈ പ്രോഗ്രാമിന് 10,000 ഇന്ത്യൻ റുപ്പീസ് ആയിരുന്നു.
അതുകൊണ്ടായിരിക്കാം 10,000 to 12,000 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ ഏകദേശം അത്രയൊക്കെ തന്നെ ഉണ്ടാവും ഇന്ത്യയിലും. ഞാൻ ഇന്ത്യയിലുള്ളപ്പോൾ ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് എന്ന് പറഞ്ഞിട്ട് മോട്ടിവേഷൻ ആയിട്ട് നമുക്ക് തോന്നാവുന്ന ചില ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ഓരോ പ്രോഗ്രാംസ് ഓരോ ഇതിൽ നടത്തുന്നത് ഞാൻ പോയിട്ടുണ്ട്. ബുക്ക് മൈ ഷോയിലൊക്കെ ആദ്യം അങ്ങനത്തെ ടിക്കറ്റ്സൊക്കെ ഞാൻ 5,000 റുപ്പീസിനൊക്കെ ബുക്ക് ചെയ്ത് ലീല പാലസിൽ പോയിട്ടുണ്ട്. ലീല പാലസ് വരുമ്പോൾ വൈ ഐ എം ടെല്ലിങ് ദിസ് ഇസ്, അന്ന് എനിക്ക് 5,000 രൂപയും എടുത്ത് വീശി പോകാൻ ഒത്തിരി പൈസ ഉള്ളതുകൊണ്ടൊന്നും അല്ല ഞാൻ പോയത്. 10,000 രൂപയായിരിക്കും ഞാനന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ ഐ വിൽ ജസ്റ്റ് ടേക്ക് ദറ്റ് 5,000 റുപ്പീസ് ആൻഡ് ഗോ ഫോർ ട്രെയിനിങ്സ് ടു ഗെറ്റ് ട്രെയിൻഡ്. എന്തിനാന്ന് വെച്ചാൽ അവർ പറയുന്നതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. 5,000 രൂപയുടെ സാരി മേടിച്ച് വെച്ചിട്ടുണ്ട് കാര്യമില്ലല്ലോ, അല്ല കാര്യമുണ്ട്, ഇതുപോലെയൊക്കെ ഇട്ട് വന്നിരിക്കാം. ബട്ട് സ്റ്റിൽ അതും ആവശ്യമാണ്. അപ്പം നമ്മളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇൻവെസ്റ്റ് ഇൻ യു, ഇൻവെസ്റ്റ് ഇൻ യോർ ടൈം, ഇൻ യോർ മെൻറ്റാലിറ്റി, ഇൻ യോർ ആറ്റിറ്റ്യൂഡ്. പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്ക് ആ പറയുന്നവരെ കൊണ്ട് നമുക്ക് ദോഷമാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ അവരുമായിട്ട് കൂടണ്ട, നമ്മൾ അവർ പറയുന്ന കേൾക്കണ്ട. നമ്മൾ ഈ പറഞ്ഞ ഗ്ലാസ് ജാറിനകത്തങ്ങ് ഇറങ്ങിയിരുന്നോളൂ. എന്ത് പറയുന്നു, നിങ്ങളൊന്ന് ശരിക്കുള്ള അഭിപ്രായം പറയണം കേട്ടോ. ഇതിലൂടെ എന്നെ കാണുന്ന, ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്ന ചില ആളുകൾ പുരുഷന്മാരുടെ ഐഡിയിൽ നിന്നാണ് കേട്ടോ അധികം വരുന്നത്. ആവശ്യമില്ലാത്ത കമൻസ് ഒക്കെ ഇട്ടിട്ട് പോകും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ആ കമൻറ്റ്? കഴിഞ്ഞ ദിവസം ഞാൻ ആ പണക്കാരെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൽ പറഞ്ഞിരിക്കുകയാണ് പണക്കാരോട് പോയി ചോദിക്കും, അപ്പോൾ അവർ ക്ലാസ് എടുത്തോളും അതിൻ്റെ ലോസ് ക്ലാസ്സൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല, നീ പാവപ്പെട്ടവളായ ഞാൻ വന്നിരുന്ന് പറയരുതെന്ന്. അപ്പം ഞാൻ പറയണം അതിൻ്റെ അടിയിൽ, പാവങ്ങൾക്കും ജീവിക്കണ്ടേ സഹോദര എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നവരെല്ലാം വിചാരിക്കുന്നുണ്ടാവും ചേച്ചിക്ക് ഇത് മൊത്തം അറിഞ്ഞിട്ടാണോ. എൻ്റെ മോളെ അല്ലെങ്കിൽ മക്കളെ ഞാൻ പെണ്ണുങ്ങളെ ആട്ടോ അഡ്രസ്സ് ചെയ്യണത്. ഞാനിപ്പോൾ കുറേശ്ശെ ആൺവിരോധിയായി തുടങ്ങിയിട്ടുണ്ടോ എന്നെനിക്കൊരു ഡൗട്ട്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും അതിന് നെഗറ്റീവ് അടിക്കാൻ വന്നിരിക്കുന്നത് ഈ ആണുങ്ങളുടെ ഐഡിയിൽ നിന്നുമാണ്. എനിക്കറിയാം കേട്ടോ, കുറേ സ്ത്രീകൾ എന്നെ കേൾക്കുന്നവരൊക്കെ മക്കളുടെ പുരുഷന്മാരുടെ ഭർത്താവിൻ്റെയൊക്കെ ഐഡിയിൽ നിന്ന് വരുന്നവരുണ്ട്. അവരെയൊക്കെ എനിക്ക് അറിയാം കേട്ടോ, കറക്റ്റായിട്ട് അറിയാം. ഞാൻ അവരെ അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഈ ശരിക്കുള്ള ആൺവർഗത്തിന് എന്നെ ഇഷ്ടമല്ലടൂ, എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അവരോട് എന്ത് ചെയ്തിട്ടാന്ന് അറിഞ്ഞൂടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അവരുടെ അടിമയല്ല ഞാനെന്നിങ്ങനെ വിളിച്ച് പറയുന്നതുകൊണ്ടായിരിക്കാം. അച്ഛനോടായാലും പറയും, ബ്രദറിനോടായാലും പറയും, അരവിന്ദിനോടായാലും പറയും. അതായിരിക്കും അവർക്ക് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഈ 3 പേർക്കും എന്നോട് ഒരു എന്താ പറയുക സ്നേഹമുള്ളതുകൊണ്ട് അവരെന്നെ സഹിച്ചേക്കും. ബാക്കിയുള്ള അജ്ഞാതരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അന്യരായിട്ടിരിക്കുന്ന ആ ആൾക്കാർക്ക് ആവശ്യമില്ല. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുണ്ട്, ആനന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നല്ല ഫ്രണ്ടാണ്. ആനന്ദ്, ഹരീഷ്, ഇവരൊക്കെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. ഞാൻ നല്ല ഫ്രണ്ട്സിനെ ഞാൻ എപ്പോഴും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇവർക്കെല്ലാവർക്കും സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയാം. ആനന്ദിൻ്റെ അമ്മയുടെ പേര് കൂട്ടിയാണ് ആനന്ദ് പേരിട്ടിരിക്കുന്നത്. ആനന്ദ് ജയശ്രീ അങ്ങനെ എന്തോ ആണ് പേര്. അതൊക്കെ കൊണ്ട് ഞാൻ അവരുമായിട്ടൊക്കെ ഞാൻ സംവദിക്കാറുണ്ട്. എനിക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു എന്താ പറയുക, ഇതിനൊക്കെ ഒരു ലോകപരിചയം ആവശ്യമാണ്. ഏതാണ് നല്ല സുഹൃത്ത് ബന്ധം എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ വെറുതെ ഇങ്ങനെ ആ വേർഡ് തന്നെ ഞാൻ ഉപയോഗിക്കും. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന വേട്ടാവളിയന്മാരൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇറങ്ങിപ്പോയിക്കോട്ടോ, ഒരു കുഴപ്പമില്ല. എനിക്കിവിടെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള നല്ല നല്ല മനസ്സുള്ള കുറേ സ്ത്രീരത്നങ്ങളുണ്ട്, മഹിളാ രത്നങ്ങളുണ്ട്. അവരാണ് എനിക്ക് പ്രോത്സാഹനം തരേണ്ടത്. എന്നിൽ നിന്നും എന്തെങ്കിലും ഒരു ചെറിയ നല്ല അംശമുണ്ടെന്ന് തോന്നുന്നവരാണല്ലോ എന്നെ കേൾക്കുന്നത്. വളരെ ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് എന്നെ കേൾക്കുന്നത്. ഐ ആം വെരി ഹാപ്പി വിത്ത് ദം. പിന്നെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ വന്ന് കയറി ഇറങ്ങി പോകുന്നതിൽ എനിക്ക് യാതൊരു പ്രശ്നമൊന്നുമില്ല. ഇത് ഇത്രയും പറഞ്ഞത് ഇന്നലത്തെ ആ മോഹൻകുമാറിൻ്റെ കമൻറ്റ് കണ്ടതുകൊണ്ട്. അപ്പോൾ എല്ലാവരും ചേച്ചി ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊരു കണ്ടന്റ് അല്ലേ ഇതൊക്കെ. നമ്മൾ ഈ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ്. ഓരോരുത്തരും എഴുതുന്ന കമൻസ് ഞാനിരുന്ന് കുത്തിയിരുന്ന് വായിക്കുന്നത് എനിക്ക് കണ്ടന്റും കിട്ടുമല്ലോ. എളുപ്പമല്ലല്ലോ നമുക്ക് ഓരോ ദിവസം വായിക്കുന്നത് കൊണ്ട്. എനിക്കിതുവരെ ഈ സരസ്വതി ദേവി കടാക്ഷം, മൂകാംബിക കടാക്ഷം ഉള്ളത് കൊണ്ടായിരിക്കും കേട്ടോ എനിക്കിതുവരെ കണ്ടന്റ് ദാരിദ്ര്യമൊന്നും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ഓഫ് ദിസ്. പിന്നെ ഇതുപോലെ ആരെങ്കിലും വന്ന് അതിൻ്റെ അടിയിൽ വന്നിരുന്ന് എഴുതുകയും ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ 1 മിനിറ്റ് റീൽ എപ്പോഴും ഇടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ എലാബറേറ്റ് ആയിട്ട് ഇവിടെ വന്നിരുന്ന് പറയുന്നത് കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ 1 മിനിറ്റിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ട ടോപ്പിക്ക്
ഇന്ന് ഞാൻ വേറെ രാവിലെ ഇട്ട ടോപ്പിക്ക് അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. എല്ലാവരും പറഞ്ഞു അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിനകത്ത് കാണണ്ടെന്ന് ഞാൻ പറയും, ഇപ്പോഴും പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ അന്നും പറഞ്ഞു. അമ്മായിയമ്മയെ ബഹുമാനിക്കുകയും മരുമകൾക്ക് അമ്മായിയമ്മയിൽ നിന്നൊരു കൺസിഡറേഷൻ കിട്ടുകയും ചെയ്യണമെങ്കിൽ മരുമകളെ മരുമകളായിട്ട് അമ്മായിയമ്മ കാണണം. മകളോട് പറയുന്ന ധാർഷ്ട്യങ്ങളും മകളോട് പറയുന്ന രീതിയിലുള്ള ആജ്ഞാപിക്കലും മരുമകളോട് ചെയ്യരുത്. മരുമകൾക്ക് ഒരു ചെറിയ ഒരു വെയിറ്റേജ് കൊടുക്കണം. മകൻ്റെ ഭാര്യ അവളുടെ വീട്ടിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വന്ന കുട്ടിയാണ്, അവർക്ക് ഇവിടെ കുഴപ്പങ്ങൾ തോന്നരുത്, അവളെ ഇവിടെ വേലക്കാരിയാക്കിയിരിക്കുകയാണെന്ന് തോന്നരുത് എന്നുള്ള ഒരു മനോഭാവം അമ്മായിയമ്മയ്ക്ക് ഉണ്ടായിരിക്കണം. അത് സിസ്റ്റർ ഇൻ ലോസും അവരൊക്കെ ജസ്റ്റ് വന്ന് പോകുന്ന ക്ലൗഡ്സാണ്. അവർ ജസ്റ്റ് വരും, അവിടെ വന്ന് ചിരിക്കും, പോകും, കളിക്കും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് അമ്മായിയമ്മയാണ് ശ്രദ്ധിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. അമ്മായിയമ്മയ്ക്ക് കല്യാണം കഴിക്കാത്ത മകളാണ് വീട്ടിലുള്ളതെങ്കിൽ ആ മകളോടായിരിക്കണം അമ്മായിയമ്മ തൻ്റെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാനൊക്കെ കൊടുക്കേണ്ടത്. അത് ഒരു എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഈ ലോണ്ട്രി ഒക്കെ ചെയ്തിട്ടേ അമ്മായിയമ്മയുടെയും അമ്മായിയച്ഛൻ്റെയും ഉടുപ്പുകളൊക്കെ കഴുകിയിട്ട് മരുമകളെടുത്ത് കൊണ്ടുപോയി വിരിക്കാൻ പറയുന്നതിൻ്റെ ഔചിത്യക്കുറവാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അതൊരു ഔചിത്യക്കുറവ് തന്നെയാണ്. വിദ്യാസമ്പന്നയായിട്ടുള്ള മരുമകൾ അമ്മയെ സഹായിക്കുന്നുണ്ട് അടുക്കളയിലും കാര്യങ്ങളിലൊക്കെ. വിദ്യാസമ്പന്നയായ മകള് അവിടെ ഇരുന്ന് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബിക്കോസ് ദാറ്റ് ഈസ് ഹർ ഹൗസ്, ഷീ ഈസ് എന്താ പറയണ അവിടുത്തെ മകളാണ്. അപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത കുട്ടി. അപ്പോൾ അമ്മ വന്നിട്ട് മരുമകളെടുത്ത് പറയാ, ഇതൊന്ന് കൊണ്ടുപോയി മുകളിൽ വിരിക്കോ, അങ്ങനെ ചോദിക്കുന്നത് ശരിയാണോ? മകളോടല്ലേ ചോദിക്കേണ്ടത്, മരുമകളോടാണ് പറയേണ്ടത്. കുട്ടി ഇതൊന്നും കൊണ്ടുപോയി മുകളിലേക്ക് വിരിക്കൂ, ഇങ്ങനെയാണ് പറയേണ്ടത്. ഞാനതിനെ എതിർക്കും. കാരണം ദാറ്റ് ഈസ് നോട്ട് ദ വേ ടു ട്രീറ്റ് യുവർ ഡോട്ടർ ഇൻ ലോ. നിങ്ങളുടെ മകളോട് പറയാം. ഡോട്ടർ ഇൻ ലോന് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. കാരണം ഈ അമ്മായിയച്ഛൻ്റെയൊക്കെ ഇപ്പോഴല്ലേ എന്താ പറയണത്, വാഷിംഗ് മെഷീനും അതും ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ളത്, അന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് കുറച്ച് എന്താ പറയുക, ബഹുമാനക്കുറവ് തോന്നും അമ്മായിയമ്മയോട്. അപ്പം അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. അമ്മായിയമ്മയെ അമ്മായിയമ്മയായിട്ട് കാണുക, മരുമകളെ മരുമകളായിട്ട് കാണുക. രണ്ട് കൂട്ടരും അമ്മായിയമ്മയെ അമ്മയായിട്ട് കാണാനും മരുമകളെ മകളായിട്ട് കാണാനും ശ്രമിക്കരുത്. ശ്രമിക്കുമ്പോഴാണ് ഈ തകരാറുകളെല്ലാം അനുഭവിക്കുന്നത്. അല്ല എന്ന് പറഞ്ഞാൽ ഐ ഡിഫർ. നല്ല അമ്മായിയമ്മമാരെ എന്നോട് ക്ഷമിക്കണം കേട്ടോ. നല്ല അമ്മായിയമ്മമാരെ പറ്റി എന്ത് റീലിടാനാണ്, അല്ലെങ്കിൽ എന്ത് കാര്യം സംസാരിക്കാനാണ്? ഒന്നുമില്ലല്ലോ, നിങ്ങളെല്ലാം കൊണ്ടും പെർഫെക്റ്റ് അല്ലേ. അപ്പം നിങ്ങളെ പറ്റി എന്ത് പറയാനാണ്? നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് ആൻഡ് നമസ്കാരം, അതേ പറയാൻ പറ്റുള്ളൂ അല്ലേ. നിങ്ങൾ നന്മയുള്ളവരാണ്, അപ്പോൾ നിങ്ങളുടെ മക്കൾ നന്മയുള്ളവരായിട്ട് വരും എന്നാണ് എൻ്റെ ബലമായ, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ മരുമക്കളും നിങ്ങളെ കണ്ടിട്ട് നന്നായി വരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ചേച്ചി എന്തിനാണ് ഈ അമ്മായിയമ്മമാരെ പറ്റി പറയുന്നത് വെച്ചാൽ, അങ്ങനെ ചെയ്ത ആളുകളെ പറ്റിയിട്ടാണ് കേട്ടോ. ലെറ്റ് മീ ജസ്റ്റ് മേക്ക് ഇറ്റ് ക്ലാരിഫൈഡ് ആൻഡ് നോട്ട് ദ പോയിന്റ്. ദിസ് ഈസ് അബൌട്ട് ദോസ് ഹൂ ഹാവ് ഡൺ ദിസ് മിസ്റ്റേക്ക്. ഇനി വരാൻ പോകുന്ന കാലത്ത് ഇങ്ങനത്തെ മിസ്റ്റേക്സ് അധികം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഇനിയുള്ള ഫ്യൂച്ചർ അമ്മായിയമ്മയല്ലേ ഞാൻ. എനിക്ക് എൻ്റെ മരുമകളല്ലോ, മരുമകനാണ് വരാൻ പോകുന്നത് കേട്ടോ. ബട്ട് ഐ എം പ്രൗഡ് അബൌട്ട് മൈസെൽഫ്. ഞാൻ അങ്ങനെ ഒരിക്കലും ഒരു എന്താ പറയുക, ഇങ്ങനെ മാന്തുന്ന അല്ലെങ്കിൽ ചൊറിയുന്ന അമ്മായിയമ്മ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറയും എപ്പോഴേ, അരവിന്ദ് പറയും, നീ മകള് കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളുടെ കാര്യങ്ങളൊക്കെ പോയിട്ട് ഇങ്ങനെ ഒരുപാട് മൂക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ എന്താ ഇപ്പോൾ ചെയ്യണേന്ന് അറിയോ? ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഫൈനൽ ഇയർ ആവുന്നു. അപ്പോൾ അവളുടെ കാര്യങ്ങളിലേക്ക് ഞാൻ അധികം ഇങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നില്ല. അതായത് അവൾ എന്ത് ചെയ്യാണ്, മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ കഴിച്ചോ, ഉച്ചയ്ക്ക് കഴിച്ചോ, വൈകുന്നേരം കഴിച്ചോ, ഇതായിരുന്നു എൻ്റെ കൺസേൺ. അപ്പോൾ അതെല്ലാം ഞാൻ നിർത്തി. ലെറ്റ് ഹർ ഡു ഹർ തിങ്സ് ബൈ ഹർ സെൽഫ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് ഞാൻ തന്നെ ഇത് നിർത്താതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എവിടെയാണ് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടുക? അദ്ദേഹം പറഞ്ഞതിൽ കാര്യമുണ്ട്. നിങ്ങൾ അമ്മമാരില്ലേ, അമ്മായിയമ്മമാരും ഇല്ലേ ഇതിനകത്ത്, മരുമക്കളും ഇല്ലേ, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. സോ ഞാൻ പറഞ്ഞു തുടങ്ങിയ കാര്യം, എല്ലാ കാര്യങ്ങളും അതായത് നമ്മളുടെ ട്രാവലും വീട് പണിയും ഇതൊന്നും എല്ലാം ഒന്നും എല്ലായിടത്തും പങ്കുവയ്ക്കേണ്ട. ഇൻ സോഷ്യൽ മീഡിയ എസ്പെഷ്യലി ഡോണ്ട് ഡു ദാറ്റ്. കുറച്ചിങ്ങനെ ഒളിച്ചു വെച്ചോളൂ കേട്ടോ. ഖലീൽ ഗിബ്രാൻ പറഞ്ഞതും കുറച്ചൊക്കെ കേൾക്കണ്ടേ. നമുക്ക് എപ്പോഴൊക്കെയാണ് നമുക്ക് അത് പുറത്ത് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞിട്ട് വന്ന് വേണമെങ്കിൽ പുറത്ത് പറഞ്ഞോളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന റീൽസൊക്കെ ഇല്ലേ, ഇങ്ങനെ എല്ലാവരും അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, അതൊന്നും നിങ്ങൾ വലിയ കാര്യമാക്കണ്ട കേട്ടോ. അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, അവർക്ക് സന്തോഷമായിരിക്കാം. പക്ഷേ ചെയ്യാതിരുന്നാൽ ഈ പറഞ്ഞ പോലെ ഈ കണ്ണുകടിയൊന്നും അധികം ഉണ്ടാവില്ല, നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കും എന്നാണ് മെറ്റാഫിസിക്സ് പറയുന്നത്. നമുക്ക് ജീവിതമല്ലേ പ്രധാനം അല്ലേ?
ഈ സന്തോഷങ്ങൾ നമ്മൾ അനുഭവിച്ചാൽ പോരെ, മറ്റുള്ളവരെ കൊട്ടിഘോഷിക്കണമെന്നില്ലല്ലോ. ഇതൊക്കെയാണ് ഇന്നത്തെ ടോപ്പിക്. സോ ദ ടേക്ക് അവേ ഈസ് ഖലീൽ ഗിബ്രാൻസ് വേർഡ് അബൌട്ട് ഷോയിങ് ഓഫ്. ഓക്കെ, ലെറ്റ് മീ വൈൻഡ് ഇറ്റ് അപ്പ് നൗ. സോ നന്മ നിറഞ്ഞ ഒരു ദിവസം നേരുന്നു. ഡിസംബറാണ്. 2025ലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് 2025ലേക്ക് നിങ്ങൾ കയറുമ്പോൾ പറയാനുണ്ട് കേട്ടോ. വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് തിങ്സ് നിങ്ങൾ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കേണ്ടതെന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇടയിൽ പറയുന്നതായിരിക്കും. ഇത് അതിലൊന്നാണ് കേട്ടോ. ശരി എന്നാൽ അപ്പോൾ ഇത് കുറച്ച് നേരം കേട്ടിട്ട് എല്ലാവരും പാട്ടൊക്കെ കേട്ട് വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കൂ. ഞാനും പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. ബൈ.